ദിസ് ഇസ് ലാസ്റ്റ് തേഴ്സ്ഡേ മോർണിംഗ്. സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ടാണ് ഞാൻ സ്പെക്സ് മാറ്റിയത് കേട്ടോ. ഇത് അതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നൊരു വീഡിയോ ആയതുകൊണ്ടാണ്. ഈ ഒരു 2 ആഴ്ചത്തെ എൻ്റെ ഒരു റുട്ടീൻ ഇന്നിവിടെ എൻഡ് ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഫ്രൈഡേ പിന്നീടും സമരമായിട്ട് ക്ലാസ് ഇല്ലായിരുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസവും കുക്കുവിന് ലഞ്ച് പതുക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിട്ടാൽ മതി. ഏറ്റവും അവസാനമായിട്ട് വീണ്ടും എന്നോട് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിരുന്നത് സാറ്റർഡേ ആയിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് പോയില്ല. അവിടം വരെ യാത്ര ചെയ്യുകയും വേണം. കൊട്ടിയത്തുള്ള ബ്ലോക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്ലസ് നമ്മൾ അത്ര എമൗണ്ട് വീണ്ടും സ്പെൻഡ് ചെയ്യണം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു ഫ്രൈഡേ വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ കണ്ണ് ഓക്കെയായി. വിഷൻ ഇപ്പോഴും ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുമ്പോഴും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെയാണ് കേട്ടോ ഓഡിയോ ആഡ് ചെയ്യുന്നത്, ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട്. ആ ഒരു സമയത്തും ചെറിയൊരു മങ്ങലേ ഉള്ളൂ. പക്ഷെ നമുക്കത് മനസ്സിലാവും. ഓരോ ദിവസവും കുറച്ച് കുറച്ചായിട്ട് കണ്ണിങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. കണ്ണിൻ്റെ ആ ഒരു റെഡ്നെസ് ഒക്കെ കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ മൺഡേ തൊട്ട് എന്തായാലും ഞാൻ സ്കൂളിൽ പോകാമെന്ന് തീരുമാനിച്ചും കഴിഞ്ഞു. നിലു അപ്പോഴേക്കിത് എണീറ്റ് വന്നു. ഇന്നലെ രാത്രി ഒരു മൂവിയൊക്കെ കണ്ടിട്ട് എല്ലാവരും ഹോളിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. അവിടെ നിന്ന് അവൻ കണ്ണ് തുറന്ന പാടെ നേരെ കിച്ചണിലേക്ക് വന്നു. കുക്കു സാർ എണീറ്റ് ബ്രഷൊക്കെ ചെയ്യുന്നുണ്ട്. നിമ്മലാന്ന് വിളിച്ചുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴും എണീക്കുന്നത്. അമ്മ പോയത് അങ്ങോട്ട് രജിസ്റ്റർ ആയെങ്കിലും ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ പഴയതുപോലെ നിമ്മലാന്നാണ് ആദ്യം വിളിക്കുന്നത്. അവനും അമ്മയും കൂടെ ഹോളിലാണല്ലോ കിടന്നിരുന്നത്. ചിലപ്പോൾ ഇന്നിപ്പോൾ ഉണർന്നപ്പോൾ ഹോളിൽ തന്നെ കിടന്ന് അതേ പായും തലങ്ങണയൊക്കെ ആയിട്ട് കിടന്ന് എണീറ്റപ്പോഴത്തേക്ക് നിമ്മലയുടെ കൂടെ കിടന്നുറങ്ങിയ ഓർമ്മ വന്നതാണ്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, എണീറ്റപ്പോൾ തൊട്ട് ആൾ ഇത്തിരി ഫസ്സിയാണ്. താഴെ നിൽക്കുന്നില്ല. പിന്നെയും കൊണ്ട് കിടത്താൻ നോക്കിയിട്ട് കിടക്കുന്നുമില്ല. കുറേ നേരം അങ്ങനെ എൻ്റെ കയ്യിൽ തന്നെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കുക്കു ബ്രഷൊക്കെ ചെയ്ത് തുള്ളി ഇങ്ങ് വന്നപ്പോഴാണ് അവരൊന്ന് ഓണാവാൻ തുടങ്ങിയത്. ഇവർ തമ്മിൽ അങ്ങനെ വലിയ ഫൈറ്റൊന്നുമില്ല കേട്ടോ. ഇന്നലെ കമൻസിൽ ചോദിച്ചിരുന്നു ഞാൻ എങ്ങനെയാണ് ഇവർ തമ്മിൽ അടി കൂടുമ്പോൾ ഡീൽ ചെയ്യുന്നതെന്ന്. അങ്ങനെ അടി കൂടാറൊന്നുമില്ല. കുക്കുവിനിപ്പോൾ 9 വയസ്സാവാൻ പോവുക. പിന്നെ അതുമല്ല 5 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് കുക്കു സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാ വീട്ടിലും 2 പേരുണ്ട്, എനിക്കൊരാളും കൂടെ വേണം എന്നൊക്കെ. അവൻ പേഴ്സണലി ജീസസിനോട് ഒരുപാട് പറഞ്ഞിട്ടാണ് നിലുവിനെ കിട്ടിയെന്നുള്ളതാണ് അവൻ്റെ വാദം. അതുകൊണ്ട് തന്നെ അവനൊരു ബേബിയെ പോലെ തന്നെയാണ് നിലുവിനെ ഇപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത്. ചുമ്മാ എടുത്തുകൊണ്ട് നടക്കും. ഉറക്കത്തൊന്നൊക്കെ ഉണരുമ്പോൾ മേലിൽ നിന്ന് എടുത്തുകൊണ്ട് താഴെ ഇറങ്ങും. അതൊക്കെ പിന്നെയും നമുക്ക് പോട്ടേന്ന് വെക്കാം. ചില സമയത്ത് താഴെ വെക്കാണ്ട് തോളത്ത് വെച്ച് കൊണ്ട് നടക്കും. എനിക്കിടയ്ക്ക് ലുവുക്കുട്ടനൊക്കെ ഫോട്ടോ അയച്ചു തരും, വീഡിയോസും. അവനിങ്ങനെ ഇവനെയും തോളത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഫ്രണ്ട്സിൽ മുകേഷ് അനിയനെയും കൊണ്ട് നടക്കുന്നതാണ് ഓർമ്മ വരുന്നത്. അവനെ കാണുന്ന എല്ലാവരും പറയും മോനെ താഴെ നിർത്ത്, നീ ചിലപ്പോൾ വീഴുന്നു. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വീണാൽ 2 പേരും കൂടെ ഒരുമിച്ച് വീഴും. ഒന്നെങ്കിൽ 2ഉം കൂടെ കുരുങ്ങി താഴെ വീഴും, അല്ലെങ്കിൽ ഈ തോളത്തോ ഒക്കത്തോ പിന്നെ ആനകളി എന്നും പറഞ്ഞൊരു ഏർപ്പാടും കൂടെ ഉണ്ടല്ലോ. ഇമാതിരി ഏതെങ്കിലും ഐറ്റംസിൻ്റെ ഇടയിൽ താഴെ വീഴും. വീണാൽ 2 പേരും ഒരുമിച്ചേ വീഴത്തുള്ളൂ. പിന്നെ ഈ വാശിയൊക്കെ പിടിക്കുന്നത് അതുണ്ട്, അത് നിലുവിനുണ്ട്. കുക്കു എന്തെടുത്താലും അവന് വേണം. 1-2 തവണ കുക്കു പറഞ്ഞു നോക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാക്കിന് അവനെ ഇങ്ങ് ഡീവിയേറ്റ് ചെയ്യും. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ അത് കാണാൻ നല്ല രസമാണ്. കുക്കുവിൻ്റെ കയ്യിലുള്ള ഫുട്ബോൾ വേണമെന്നും പറഞ്ഞ് അടി കൂടുമ്പോൾ അവനെ പതുക്കെ അവൻ തിരിച്ച് ഷട്ടിൽ ബാറ്റിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു ക്രിക്കറ്റ് ബാറ്റിലേക്കോ ഒക്കെ ശ്രദ്ധ തിരിച്ചു വിടും. എന്നിട്ട് അവൻ്റെ ഫുട്ബോളും കൊണ്ട് പോവുകയും ചെയ്യും. ഇപ്പം ഞാൻ സ്കൂളിലോട്ട് പോകാൻ റെഡിയായി ഇറങ്ങാത്തതുകൊണ്ട് എനിക്കും സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞുള്ള കരച്ചിലില്ല. ആ ഒരു കുപ്പി പാലൊക്കെ കുടിച്ച് പോട്ടിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുക്കു സാറിനെ വിടാനായിട്ട് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. ആലൻ്റെ കസിൻ അനിയും വൈഫ് സിബി നമ്മുടെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അവർ തന്നെ ഇപ്പോൾ ഡെയിലി അവനെ കൊണ്ടുപോകുന്നത്. ഈ വരുന്നേയും പോകുന്നേയും വണ്ടികൾക്കൊക്കെ ടാറ്റ കാണിക്കും കേട്ടോ, അങ്കിളേ ടാറ്റ എന്നും പറഞ്ഞിട്ട്. അടുത്തത് ഡാൻസാണ്. നിലുവിന് ഡെയിലി ഓരോ പാട്ട് വീതം ഉണ്ടാവും. മുമ്പൊക്കെ അത് ആര് പറഞ്ഞു മ്യാവു, കാക്കച്ചി പെണ്ണിൻ്റെ കല്യാണം, അല്ലെങ്കിൽ തൊപ്പിക്കാരൻ എന്നൊക്കെയായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. കാട്ടുമരത്തിൻ്റെ മരമുടിഞ്ഞ് എന്നാണ് അവൻ പാടുന്നത്. ഇപ്പോൾ വേടൻ്റെ പാട്ടുകളുടെ ഒരു ഫാനാണ് അവൻ. കഴിഞ്ഞ ദിവസം ലില്ലിയം ചേർന്ന് പാല് കുപ്പി നിറച്ച് തരാനായിട്ട് ജിഫിനെ ലോഡ് ചെയ്യടാന്നെങ്ങാണ്ട് അവൻ പറഞ്ഞത്. നിർത്താതെയുള്ള ഈ ഒരു ഡാൻസ് കണ്ടിട്ട് അത് അവൻ്റെ അപ്പന് മിസ്സാവണ്ടെന്ന് കരുതി ഞാൻ അപ്പം തന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ 9 മണിയൊക്കെ കഴിയുന്ന സമയത്ത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വണ്ടികളൊക്കെ പോകുന്നൊരു ടൈമാണ്, പ്രത്യേകിച്ച് സ്കൂൾ ബസ്സുകൾ. അങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ അങ്ങ് അകത്ത് കയറ്റി അവിടെ നിന്നുള്ള എൻ്റർടൈൻമെൻറ്റ് ആകാമെന്ന് കരുതി. പിന്നെ നിർത്താതെ തന്നെ പാടി ഡാൻസ് കളിച്ചു. ഈ ഒരു ദിവസം പാടുന്ന പാട്ട് ഉറങ്ങുന്നവരെ പാടും. കാർട്ടൂൺ കാണണ്ടേ? കാർട്ടൂൺ വേണ്ടേ ഇപ്പ? പിന്നെ എന്തോ വേണം? കേൾക്കുന്നില്ല. വേടന്റെ ഒന്ന് പാടി കേക്കട്ടെ.
അങ്ങനെ പിന്നെ ഞാൻ ആ പാട്ടങ്ങ് വെച്ചു കൊടുത്തു. നമ്മൾ അങ്ങനെ ഒരു പാട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ വേടൻ്റെ എല്ലാ പാട്ടുകളും വരി വരിയായിട്ട് യൂട്യൂബ് തന്നെ അങ്ങ് പ്ലേ ചെയ്തോളും. എനിക്കിവിടെ അത്യാവശ്യം നല്ല രീതിക്ക് സ്വസ്ഥമായിട്ട് പണിയെടുക്കാം. ഇന്ന് ഞാനിപ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു കമൻറ്റിൽ പറഞ്ഞ പോലെ റെസിപ്പീസ് പലപ്പോഴും റിപ്പീറ്റഡ് ആണ്. പക്ഷേ ഞാൻ സംസാരിക്കുന്ന കേൾക്കാൻ രസമുള്ളതുകൊണ്ടാണ് വീഡിയോ കാണുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്കറിയത്തില്ല, വാട്ട് എവർ ഇറ്റ് മേ ബി. എല്ലാ വീടുകൾക്കും ഓൾമോസ്റ്റ് ഒരു സെറ്റ് പാറ്റേണോ ഇങ്ങനെ ഒരു സെറ്റ് കോമ്പിനേഷൻസോ ഒക്കെ കാണുമല്ലോ. ലൈക്ക് ഞാൻ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും മാത്രം ചെയ്യുന്ന പോലെ. എപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയാലും ഗ്രീൻ പീസ് കറിയാണ്, ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് മാറ്റി പിടിക്കത്തുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ ഒരു 2000-ന് ശേഷം പച്ചക്കറി സ്ഥിരമായിട്ടുണ്ട് എല്ലാ വീടുകളിലും. അല്ലെങ്കിൽ ചോറ്, മീൻകറി, ഒന്നെങ്കിൽ തേങ്ങ അരച്ച മീൻകറി, അല്ലെങ്കിൽ മുളക് കറി, മീൻ വറുത്തത്. ഇതായിരിക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഒരുവിധം വെറൈറ്റി ആണെന്ന് പറയാം. ഇടയ്ക്ക് ഈ മന്തിയും ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ കയറി വരുന്നുണ്ടല്ലോ. എന്നാലും ഇത് മൂന്നും അല്ലാതെ വേറൊന്നും ഇല്ലാതാനും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതേ എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ച് കൈമ അരി എടുത്ത് അല്പം നെയ്യും കുറച്ച് മുഴുവൻ മസാലകളും 2 ബേ ലീഫും ഒക്കെ ഇട്ട് അരി ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഇങ്ങനെ മുരിച്ച്, അതായത് ഫ്രൈഡ് റൈസ് അല്ല, റൈസ് വേവിച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉഡായിപ്പ് ഫ്രൈഡ് റൈസാണ് ഇത്. കഴിഞ്ഞ ആഴ്ച മേടിച്ച ചിക്കൻ്റെ ലാസ്റ്റ് ബോക്സാണ്. കുറച്ച് മീറ്റിൻ്റെ പീസുകൾ സ്ക്വയറായിട്ട് ചെറുതായിട്ട് വെട്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഈ സൺഡേ ഞാൻ ബിരിയാണി വെക്കുന്ന ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് മേടിച്ച ചിക്കനാണ്. ഇപ്പോൾ മീനൊക്കെ കിട്ടാൻ ഇത്തിരി പാടാണ്. കാരണം ഈ കർക്കിടകമൊക്കെ ആകുമ്പോഴത്തേക്ക് കടൽ ഇത്തിരി കൂടുതലായിരിക്കും. ബോട്ടിൻ്റെ മീൻ പിന്നെ കിട്ടത്തില്ലല്ലോ, നമുക്കില്ലല്ലോ, ട്രോളിങ് നിരോധനമല്ലേ. ചെറുവള്ളങ്ങൾ മഴയൊക്കെ തീരെ ഇല്ലെങ്കിലേ പോകത്തുള്ളൂ. അങ്ങനെ പോകുന്ന ദിവസങ്ങളിൽ പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് നല്ല രീതിക്ക് ചാളയും നെത്തോലിയും അയിലയും ഒക്കെ കാണും. പിന്നെ ബീഫ് മേടിച്ചു കഴിഞ്ഞാൽ ഈ മൺഡേ തൊട്ട് എനിക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ചിക്കൻ ആണെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ഒക്കെ ഇങ്ങനെ അടുപ്പിച്ചെടുക്കാനായിട്ട് എന്തെങ്കിലും ഇവിടെ കാണുമല്ലോ. ബീഫാണെങ്കിൽ 1/2 കിലോ തന്നെ മേടിക്കുന്നത്, അത് രാവിലെ ഉച്ചയ്ക്കും രാത്രിയും തുടർന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. ചിക്കൻ ആണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി മാത്രം ഇങ്ങനെ എടുത്ത് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഈ സൺഡേയും വീണ്ടും നമ്മൾ ചിക്കൻ മേടിച്ചത്. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഇത് ഇങ്ങനെ കുനുകുനുകുന അരിഞ്ഞെടുക്കാം. ബീൻസ് അല്ല, അച്ചിങ്ങാപ്പയറാണുള്ളത്. ഞാൻ അത് തന്നെ ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുത്തു. പിന്നെ ക്യാരറ്റും അതും അത്യാവശ്യം നല്ല ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചില്ലി ചിക്കനായിട്ടുള്ള ക്യാപ്സിക്കം ഉള്ളിയൊക്കെ അരിയാനുള്ളത് കൊണ്ട് ചോപ്പിംഗ് ബോർഡ് ഞാൻ അങ്ങനെ അടച്ചങ്ങ് മാറ്റി വെച്ചു. നിലുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് ബ്രെഡ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവന് ബ്രെഡ് വേണ്ട, പാലും കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ അമ്മ വരും. അമ്മ വന്നു കഴിയുമ്പോഴത്തേക്ക് ലില്ലിയംഷിയുടെ അടുത്ത് അപ്പമോ ദോശയോ എന്തെങ്കിലും ആണെങ്കിൽ അത് കൊണ്ടുവന്ന് കൊടുക്കും. ഇടയ്ക്ക് ഞാനും ശ്രമിക്കും കേട്ടോ എന്തെങ്കിലും കഴിപ്പിക്കാനായിട്ട്. പക്ഷെ അവൻ വേണ്ടാന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. പിന്നെ അതിലൊരു മാറ്റം വരണമെങ്കിൽ അപ്പം ചുട്ടത് വേണം, അല്ലെങ്കിൽ ദോശ. അപ്പോൾ ഇതേ പച്ചക്കറികൾ വേവാൻ വെച്ചിട്ട് ലാസ്റ്റത്തെ ഒരു ബർണർ നമുക്ക് ഫ്രീ ആണല്ലോ, അതിലേക്ക് പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് നമുക്കിനി ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കൻ്റെ അകത്തേക്ക് ഞാൻ ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പൊടികളായിട്ട് അതിൽ ഉപ്പും കുരുമുളക് പൊടിയും സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഓൾറെഡി ഉണ്ടായിരുന്നത്. ഒരു ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് ഓൾറെഡി. അതങ്ങനെ മാരിനേറ്റ് ചെയ്തിരുന്നതേ ഇതെല്ലാം ആയിട്ടാണ്. ഇപ്പോൾ ആ ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ചോറായി കേട്ടോ. ഇങ്ങനെ ഒരു തിള വന്നു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. കലത്തിലും കൂടെ ആയതുകൊണ്ട് അതിനി ഇങ്ങനെ ഈ ഒരു ചൂടിലിരുന്ന് തന്നെ ഇനി ആവശ്യത്തിന് വേണ്ടുന്ന രീതിയിൽ കുക്കാവും. പിന്നെ ഫ്രൈഡ് റൈസ് ഒത്തിരി കുഴഞ്ഞിരിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. ഇനി ആ ചിക്കൻ മൊരിയുന്ന ടൈം കൊണ്ട് നമുക്ക് സവാളയും ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കാം. ചില്ലി ചിക്കനായിട്ട് വേണ്ട സകല ഐറ്റംസും ഇപ്പോൾ അങ്ങ് ക്ലീൻ ചെയ്ത് അരിയാം. ഈ ഒരു ഡസ്റ്റ്ബിൻ എപ്പോഴും അരിയുന്ന സാധനങ്ങളുടെ അടുത്ത് തന്നെ വെച്ച് അരിഞ്ഞ് എന്തോ കണ്ടാമിനേറ്റഡ് അങ്ങനെ എന്തോ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പം തന്നെ എടുത്ത് കളഞ്ഞു. കാരണം ഈ ഒരു ഡസ്റ്റ്ബിന്നെ ഞാൻ അങ്ങനെ ഒരു ഡസ്റ്റ്ബിന്നായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. എനിക്ക് തൊലികൾ ഇടാനായിട്ടുള്ളൊരു പാത്രം ആയിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കാറുള്ളത്. ഇപ്പോൾ അതിൽ ഞാൻ ഇട്ട ആ മുട്ടത്തോട് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഉള്ളിയുടെ മേളിലിരിക്കുന്ന തോല് തൊട്ടപ്പുറത്തിരുന്നത് കൊണ്ട് വലിയ കണ്ടാമിനേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുക്കിംഗ് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ ഞാൻ ആ ഡസ്റ്റ്ബിൻ അങ്ങ് എംപ്റ്റി ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അതിൽ ഫുഡ് വേസ്റ്റ് ഇടുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങൾ മൊത്തം കഴുകി ഒതുക്കി എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഈ ഡസ്റ്റ്ബിനും ചേർത്താണ് അങ്ങനെ വൃത്തിയാക്കി വെക്കാറുള്ളത്. അടുത്ത ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലേക്കും ലഞ്ച് കഴിഞ്ഞിട്ടില്ല വേസ്റ്റ് ഇടാനായിട്ടും. പിന്നെ ഫുഡ് വേസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് നമ്മുടെ ഇവിടെ അപ്പുറത്തൊക്കെ ഒത്തിരി ഡോഗ്സ് ഉണ്ട്. ആൻ്റണി, താര, ശങ്കരൻകുട്ടി, ഡാഷ്മോൻ, ഷിബു, അവരെല്ലാവരും അതങ്ങ് കഴിച്ചും തീർത്തോളും. ഞാൻ പച്ചക്കറി ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് തൊട്ടടുത്തായിട്ട് അതിൻ്റെ തൊലി ഇടാനായിട്ടൊരു പാത്രത്തിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഞാനത് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനത് മാറ്റി വെച്ച് വേറൊരു പാത്രത്തിൽ തൊലി ഇട്ടിട്ട് പിന്നെ ആ തൊലി കൊണ്ട് അതിൻ്റെ അകത്ത് ഇടുന്ന എന്തിനാണ്? ബാക്ക് ടു ദ റെസിപ്പി.
സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കണം. അരിയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ സവാള ഇങ്ങനെ ഇളക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില്ലി ചിക്കൻ എന്നല്ല, ഇനിയിപ്പോൾ ഏത് ചൈനീസ് ടച്ചുള്ള ഡിഷാണെങ്കിലും തീ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ്. അപ്പോൾ അത് അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാം. കുറച്ച് സോയാ സോസ്, കുറച്ചധികം ടൊമാറ്റോ സോസ്, പിന്നെ ഒരല്പം തേനും. ഇത് മൂന്നും കൂടെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ഏകദേശം ഒരുപോലെയാവും. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർക്കുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ മാവൊന്നും ഈ ചില്ലി ചിക്കൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ടി വരത്തില്ല. അത് അത്യാവശ്യത്തിന് തിക്കായിട്ട് ഇരുന്നോളും. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ കൂടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ അങ്ങനെ വെന്ത് കുഴയണമെന്നൊന്നും ഇല്ല. പിന്നെ എന്നാലും ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഇമ്പൾസ് ഉണ്ടല്ലോ, അടച്ചു വെച്ച് വേവിക്കുക എന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാനത് അടച്ചു വെച്ച് ഒരിത്തിരി നേരം വേവിക്കാമെന്ന് കരുതി. റൈസും വേവിച്ച വെജിറ്റബിൾസും കുറച്ച് മല്ലിയിലയും ഇത്തിരി പൈനാപ്പിൾ എസൻസും കൂടെ ആ പാത്രത്തിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു. പൊടികളായിട്ട് ചില്ലി ചിക്കനിലേക്ക് ഇനി ഞാൻ ആകെ ആഡ് ചെയ്തത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയുമാണ്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ഇട്ട് ഒരല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതും ഈ ഒരു ഗ്രേവി ആയിട്ടൊന്ന് ബ്ലെൻഡായി വരാനായിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു ഉള്ളി സൈഡിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോകാൻ പക്കത്തിന് നിൽപ്പുണ്ടായിരുന്നു, അത് ഞാൻ തട്ടി അകത്തേക്കിട്ടു. അപ്പോൾ ചില്ലി ചിക്കൻ റെഡിയായി. ഇനി കുക്കൂന് ലഞ്ച് കൊടുത്തു വിടണമെങ്കിൽ റൈസും ചില്ലി ചിക്കനും പ്ലസ് എക്സ്ട്രാ എന്തെങ്കിലും വേണമല്ലോ. കാടമുട്ട ഞാനിന്ന് വറുക്കുന്നില്ല. ഇന്നലെ അവൻ്റെ വക ഒരു പരാതി ഉണ്ടായിരുന്നു, നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് എനിക്ക് തരാറില്ല എന്ന്. ചില ലഞ്ച് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതുമായിട്ട് ഇത് ചേരത്തില്ല എന്നെനിക്കൊരു തോന്നൽ വരും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ചോറും ചമ്മന്തിയൊക്കെ വെച്ചിട്ട് നഗറ്റ്സും ഫ്രൈസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഓഡ്. എനിക്ക് അങ്ങനെയൊക്കെയാണ്, ഞാൻ ആ കോമ്പിനേഷൻസ് ഒക്കെ നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ അല്ലേ, അതിൻ്റെ കൂടെ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഓക്കെയാണ്. ഒരു 2-3 ഫ്രഞ്ച് ഫ്രൈസും 2 നഗറ്റ്സും ഞാൻ അവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ അമ്മ വന്ന് ആ വേടൻ്റെ പാട്ടും കണ്ടുകൊണ്ടിരുന്നവനെ വിളിച്ചുകൊണ്ട് പോയി അവനെ ലില്ലിയംച്ചി എടുത്തുനിന്ന് ദോശയൊക്കെ മേടിച്ചു കൊടുത്തു. അവൻ കഴിച്ചിട്ട് വന്ന് വെള്ളം കുടിക്കുന്നതാണ് അത്. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. സാലഡും പപ്പടവും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനെയും നമ്മൾ വല്ലാണ്ട് അങ്ങ് കേരളീയവൽക്കരിച്ച് പോകും. ഇതൊക്കെ എന്ത് വാക്കാണോ എന്തോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ കഴിക്കുന്നതാണ്, റൈസും ചില്ലി ചിക്കനും മാത്രമായിട്ട്. ചൈനീസ് ഡിഷായ മൊമോസിൻ്റെ കൂടെ സാലഡും പപ്പടവും കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ, അതൊരു ഓടായിട്ട് തോന്നത്തില്ലേ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തും വേറെ സൈഡ്സ് ഒന്നുമില്ല. കുക്കൂന് ലഞ്ചിനായിട്ട് ഇതേ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നഗറ്റ്സും ഫ്രൈസും ഒക്കെ വെച്ചു, സ്നാക്സൊക്കെ എടുത്ത് വെച്ചു, എല്ലാം ലഞ്ച് കിറ്റിലാക്കി. പക്ഷേ ഇതിനെ സ്കൂളിൽ എത്തിക്കണമെങ്കിൽ ഞാനും നിലുവും കൂടെ ആരെങ്കിലും കണ്ടുപിടിക്കണം. അമ്മ പോയി കേട്ടോ, അമ്മ പിരിവിനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. കേബിളിൻ്റെ പിരിവിനാണ് അമ്മ പോകുന്നത്. കൊച്ചുപ്പ കേബിൾ ഓപ്പറേറ്ററാണ്. ഇപ്പോൾ തന്നെ സമയം 11:45 കേട്ടോ. ആലനെ വിളിച്ചപ്പോഴേക്ക് ഇറങ്ങാൻ ഇനിയും താമസിക്കും. കായലിലേക്ക് കയാക്കിങ്ങിന് പോയവർ ഗസ്റ്റ് തിരിച്ചു കയറിയിട്ടില്ല. അപ്പോൾ ആലൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവർ തിരിച്ചു കയറാണ്ട് ആലന് വരാനും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണേൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കിറ്റ് കൊടുത്തു വിടാമെന്ന് കരുതി. സ്കൂള് തൊട്ടടുത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാവരും ഒന്നും തിരിച്ച് ടാറ്റ കൊടുക്കത്തില്ല, കുറച്ച് ആൾക്കാർ ഇതുപോലെ തിരിച്ച് ടാറ്റ കൊടുക്കും. അത് അവനൊരു സന്തോഷം. ജംഗ്ഷനിലോട്ടൊക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കിറ്റ് കൊടുത്തു വിട്ടാൽ അവർക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ സ്കൂളിൻ്റെ ആ ഒരു വഴി കൂടെ ജംഗ്ഷനിൽ പോകാനും പറ്റും. അങ്ങനെ ഞങ്ങൾ ഒരു 12-10 വരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അവസാനം ആലൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടി, പ്രസാദേട്ടനെ കണ്ടു. പുള്ളി അവിടെ കുരിശുടീൻ്റെ സൈഡിൽ വണ്ടി വെച്ചിട്ട് അവിടെ ഇരുന്ന് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വണ്ടി എടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി തിരിച്ച് വീട്ടിലോട്ടായിരിക്കും പോകാൻ പോണേന്ന്. അങ്ങനെ ഞങ്ങളെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇതെനിക്ക് ആലൻ എത്തിയിട്ടില്ല, ലഞ്ച് കിറ്റ് ഒന്ന് കൊടുക്കാവോന്ന്. അങ്ങനെ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി മനോഹരമായിട്ട് ചെയ്തു തീർത്തു. 12:20 മുൻപായിട്ട് ലഞ്ച് കിറ്റ് സ്കൂളിലെത്തും. അകത്തോട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്ക് ഒരു വള്ളം കിടക്കുന്നു കേട്ടോ. വള്ളമല്ല, മെഷീൻ വെച്ച ബോട്ടാണ്. കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. വേവ്സിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല തിരയുണ്ടെന്ന്. ദേ ആ ചെടിയുടെ അപ്പുറത്തായിട്ട് നോക്കിയാൽ മതി. പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാനിരുന്ന 916 എന്ന് പറയുന്ന ഒരു മൂവി കണ്ടു. പക്രുചേട്ടൻ്റെ മൂവിയായിരുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
മാറ്റിയിട്ട് ഞാൻ ഓസ്വേൾഡ് ഇരുന്ന് കണ്ടു കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല. അതൊരു പഴയ കാർട്ടൂണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓസ്വേൾഡ്, മിഫി എന്നൊക്കെ പറയുന്നത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴെന്ന് പറയാൻ പറ്റത്തില്ല, 6-ലോ 7-ലോ ഒക്കെ പഠിക്കുമ്പോഴുള്ള കാർട്ടൂൺസാണ് അതൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ഓരോ എപ്പിസോഡ്സായിട്ട് കിട്ടും. അവനെയും അത് ഇരുത്തി കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇട്ടത്, പക്ഷേ അവനപ്പോൾ പഠിക്കണം. അങ്ങനെ അവനിരുന്ന് പഠിച്ചു, ഞാൻ കാർട്ടൂൺ കണ്ടു. അത് കഴിഞ്ഞ് ആലൻ വന്നപ്പോഴേക്ക് ഞങ്ങളിതേ ലഞ്ച് കഴിക്കുകയാണ്. ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. 2 പ്ലേറ്റിലെടുത്താൽ മതി. നിലൂന് ഞങ്ങൾ 2 പേരും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അങ്ങ് വാരി കൊടുക്കും. 2:30 ആകുമ്പോഴത്തേക്ക് ആലൻ തിരിച്ച് സുസീജിലേക്ക് പോകും. ഞാൻ ഉറങ്ങാൻ ശ്രമിക്കും. 3 മണിയാകുമ്പോഴത്തേക്ക് വേറൊരുത്തൻ വന്ന് നോണ്ടാൻ തുടങ്ങും. അമ്മ പഴംപൊരി ഉണ്ടാക്കുന്നില്ലേ എന്നും പറഞ്ഞ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത്തിരി നേരം കിടക്കണം എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യത്തില്ല. പിന്നെ ഇപ്പം എൻ്റെ ഒരു നമ്പർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ വരുമ്പോൾ ഞാൻ പറയും അമ്മയുടെ കണ്ണൊക്കെ ഇപ്പം ഇത്തിരി ഓക്കെ ആയില്ലേ, അമ്മ ഇത്തിരി കുക്കുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ എന്ന്. കുറച്ച് നേരം അങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയിൽ അവൻ ഉറങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്നാ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ്.